രുചിക്കൂട്ട്. രുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് പ്രോൺസ് അഥവാ കൊഞ്ച് എന്ന് പറയുന്നത്. ചിലർക്ക് അത് അലർജി ഉണ്ടാക്കും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതല്ലാതെ ആണെങ്കിൽ വളരെ രുചികരമായിട്ട് വളരെ വ്യത്യസ്തമായ പലതരം വിഭവങ്ങളിൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ബേക്ക് ചെയ്യുകയും കറി വെക്കുകയും ഫ്രൈ ചെയ്യുകയും അതുപോലെ തന്നെ ആവിയിൽ പുഴുങ്ങിയും ഒക്കെ നമുക്കിതിന് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് പ്രോൺസ് മാരിനേറ്റ് ചെയ്യുക. പിന്നെ പ്രോൺസ് കുക്ക് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വല്ലാതെ കുറേ സമയം നമ്മൾ വേവിക്കരുത് എന്നുള്ളതാണ്. അതിലെ പ്രോട്ടീൻ ഘടകം കൂടുതലധികം വെന്ത് കഴിഞ്ഞാൽ റബ്ബർ പോലെയാകും. അതുകൊണ്ട് അതിൻ്റെ മൃദുത്വം പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഒരു കാര്യം, മൃദുവായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അത് ഇത്തിരി അസിഡിക് മീഡിയത്തിൽ മാരിനേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത്. അതിനാണ് നമ്മൾ നാരങ്ങ നീര് അതല്ലെങ്കിൽ വിനീഗർ ഒക്കെ ഉപയോഗിക്കാറ്. അപ്പം പ്രോൺസ് നമ്മൾ നാരങ്ങ നീരിലും ഇത്തിരി ഉപ്പിലും കൂടി മാരിനേറ്റ് ചെയ്ത് കുറച്ച് സമയം മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ ഇടുക. എന്നിട്ട് അതിലേക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, സവാള അരിഞ്ഞത്, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ക്യാപ്സിക്കം, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റുന്ന കൂടെ തന്നെ നമ്മൾ കുറച്ച് കാശ്മീരി എരിവില്ലാത്ത മുളക്, അത് നല്ല വെള്ളത്തിൽ കുതിർത്ത് വെച്ച് അല്പം വിനീഗറും ഉപ്പും കൂടി ചേർത്ത് അരച്ചത്, അതും കൂടി ഒന്ന് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് വെള്ളം, അതല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ സ്റ്റോക്ക്, ഇതിൻ്റെ ഈ തലയും അതുപോലെ തന്നെ തോടും ഒക്കെ വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം അത് വേവിച്ചെടുത്തിട്ടുള്ള വെള്ളം സ്റ്റോക്കായിട്ട് നമുക്കിതിലേക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വെന്ത് കുറുകി വന്നു കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ബട്ടർ ചേർക്കാം. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഒണിയനും സെലറി വേണമെങ്കിൽ അതും ചേർക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു മിശ്രിതം ഉണ്ടാക്കാം. അതുണ്ടാക്കാനായിട്ട് നമുക്ക് വെളുത്തുള്ളി, സവോള, ഹാലപ്പിനോ ഒരു തരം മുളകാണ്, അതും കൂടെ ചേർക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് തക്കാളി, ഇതെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക. ഒന്ന് പാൻ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമ്മളെ കയ്യിലൊരു ചെറിയ കല്ലുണ്ടല്ലോ, ഇങ്ങനെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കുന്നത്, അതിലിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. എന്നിട്ട് അത് ഇതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം. അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഇപ്പം അവക്കാഡോ കിട്ടുമെങ്കിൽ അതും അതിൻ്റെ കൂടെ നമുക്ക് അരിഞ്ഞ് ചേർക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടി ഒന്നൊരു ടേസ്റ്റി ആകും. കുറച്ച് ഫ്രഷ് ലൈമും അതും കൂടി ഒന്ന് ഇതിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പ്രോൺസും അതുപോലെ ഈ ഒരു സാൽസയും കൂടെ ആവുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. രുചിക്കൂട്ട്. നിർവഹണം ലീന.